ഞാൻ രാവിലെ ഫുഡും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ ഉമ്മ ഇന്നും പറഞ്ഞു, ശ്രദ്ധിച്ചോടിക്കണം. ഉപ്പ, നീ വേഗം വരണം, ഒരിടം വരെ പോവാനുണ്ട്. പെങ്ങള് വന്നിട്ട് എന്നെയും കൊണ്ട് ബീച്ചിൽ പോകണം. കോളേജിലേക്ക് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബൈക്ക് സ്പീഡിൽ ഓടിച്ചത്. അല്ലെങ്കിലും എൻ്റെ സ്പീഡിനെ കുറിച്ച് നാട്ടുകാർക്ക് എന്നും പറയാനുണ്ടായിരുന്നു. സ്പീഡ് എനിക്കൊരു ഹരമായിരുന്നു. എതിരെ വന്ന ബസ്സിനെ ഞാനും കണ്ടിരുന്നു. പക്ഷേ എനിക്ക് ബൈക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എവിടെയും തട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ടേലും അന്നേരം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെ എന്നെ പോലെ കുറേ പേരുണ്ട്. പുറത്ത് മോർച്ചറി എന്ന നെയിം ബോർഡും ഉണ്ട്. പുറത്തു നിന്ന് എൻ്റെ ഉപ്പാന്റെ കരച്ചിൽ കേൾക്കാം. പാവം ഉമ്മ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. കൂട്ടുകാരുണ്ടല്ലോ, ഡാ നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കര വേദനയാടാ, മരണവേദന. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, പെങ്ങള്, അവളിനി ആരാ ബീച്ചിൽ കൊണ്ടുപോവാ? ഉപ്പ ഇന്നലെയും കൂടെ പറഞ്ഞതാ, എനിക്ക് വയസ്സായി, ഇനി നീയാണ് കുടുംബം നോക്കേണ്ടതെന്ന്. യാ അല്ലാ, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, പെങ്ങള്, എല്ലാത്തിനും കൂടെ നിന്ന കൂടപ്പിറപ്പുകളായി മാറിയ കൂട്ടുകാർ, എന്നെ മാത്രം സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ സ്വപ്നം കണ്ട എൻ്റെ പെണ്ണ്. ഒരു പക്ഷെ ഞാൻ സ്പീഡ് കുറച്ചിരുന്നേ, എനിക്കൊന്ന് എഴുന്നേൽക്കണം, എൻ്റെ ചെങ്ങാതിമാരോട് പറയണം, ഡാ ശ്രദ്ധിച്ചോടിക്കണം, സ്പീഡ് കുറയ്ക്കണം, 5 മിനിറ്റ് സേവ് ചെയ്യാൻ കാണിക്കുന്ന പരാക്രമമുണ്ടല്ലോ, വേണ്ടടാ മരണവേദന, അതുണ്ടല്ലോ, ശ്രദ്ധിക്കണം. ആരൊക്കെയോ വരുന്നുണ്ട്, കയ്യിൽ ബ്ലേഡും കത്തിയൊക്കെ ഉണ്ട്. ഓ, എന്നെ കീറി മുറിക്കാൻ വന്നതാണ്. യാ അല്ലാ, എൻ്റെ ഉമ്മ ഇതെങ്ങനെ സഹിക്കും? സുഹൃത്തെ, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മയും കാത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെന്ന ബോധം ഉണ്ടാവണം. ഞാൻ മരിച്ചു, അടുത്തത് ചിലപ്പോ നീയാവാം. എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഈ രചനയ്ക്ക് ശബ്ദം നൽകിയത് അൻഷാദ് അലി.